നിലമ്പൂരിലെ ജനവിധി സർക്കാരിന്റെ വിലയിരുത്തലായി മാറുന്നു. ഏത് തെരഞ്ഞെടുപ്പിലും സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിലെന്താ പ്രത്യേക പ്രശ്നം വന്നിരിക്കുന്നത്? അത് സ്വാഭാവികമല്ലേ. ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട് കേരളം എന്തെങ്കിലും കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പുരോഗതികളൊക്കെ ദേശീയപാതയുടെ കാര്യത്തില് കേരളം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. വലിയ അപ്രതീക്ഷിതമായ ഒരു അപകടാവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അടുത്തയാഴ്ച ഈ ജൂൺ ആദ്യം ശ്രീ ഗഡ്കരിയെ കാണാൻ ഞാനും ശ്രമിക്കുന്നുമുണ്ട്. അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. കാര്യം അവരുടെ വിദഗ്ധ പരിശോധന നടക്കുകയല്ലേ. വിശദ പരിശോധന നടത്തിയ കാര്യങ്ങൾ അവർ കണ്ടിട്ടില്ലേ. ഇതോടുകൂടി നാഷണൽ ഹൈവേ ആകെ പോയി എന്ന് ആരും ധരിച്ചിരിക്കണ്ട. ഇതൊക്കെ ഒരു നിർമ്മാണത്തിൽ വരുന്ന ചില തകരാറുകളും അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളും അത് പരിഹരിക്കാനുള്ള സാങ്കേതിക വൈഭവമൊക്കെ നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ഉണ്ട്. അല്ല, നിങ്ങളിപ്പോ അതിന്റെ വൈദഗ്ധ്യം ഏറ്റെടുക്കേണ്ടതെന്ന് അത് അവന്റെ അതിന്റെ വിദഗ്ധന്മാര് പരിശോധിക്കുന്നുണ്ടല്ലോ, അത് പരിശോധിക്കട്ടെ. രാജ്ഭവനിൽ കഴിഞ്ഞ ആഴ്ച RSS സൈദ്ധാന്തികനായിട്ടുള്ള ഗുരുമൂർത്തി ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അത് സിന്ധു വിഷയമാണ് പറഞ്ഞതെങ്കിലും രാഷ്ട്രീയമാണ് പറഞ്ഞത്. തീർച്ചയായും അസ്വാഭാവികമായൊരു നടപടിയാണത്. അത് സാധാരണഗതിയിൽ ഒരു RSSകാരൻ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി പോലെയായിപ്പോയി. അതങ്ങനെ നമ്മുടെ ഗവർണർ മാറാൻ പാടില്ലായിരുന്നു. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. മഴക്കാലം തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അപകടം നേരത്തെ പറഞ്ഞു ഈ പവർ കേബിളുകൾ പൊട്ടി വീഴുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾക്ക് മുമ്പ് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, അണ്ടർഗ്രൗണ്ട് കേബിൾസ്, ഇലക്ട്രിക് കേബിൾസ് അണ്ടർഗ്രൗണ്ട് ആക്കി മാറ്റാന്ന്. എന്താണ് അതിന്റെ ഒരു പുരോഗതി? നമ്മൾക്കത് കാര്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? അത് സാധാരണഗതിയിൽ നമ്മുടെ വൈദ്യുതി മേഖലയിൽ വരേണ്ട സമഗ്രമായ പരിഷ്കരണമാണ്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ടടക്കം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് ആ പദ്ധതി ഏതായാലും ഉപേക്ഷിച്ചിട്ടില്ല. അത് നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ കേട്ടിട്ടുള്ള വിവരം അത് വലിയ താമസം വരില്ല എന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇത് പരിഹരിക്കാനാകുമെന്നാണ്. മറ്റു കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത മാസം ആദ്യം ഗഡ്കരിയെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ചർച്ചയിൽ കൂടെ തീരുമാനിക്കാം നമുക്ക്. അത്തരം നടപടികൾ എന്താണെന്ന് ചർച്ച ചെയ്ത് നോക്കാമല്ലോ. നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ അത്തരം കാര്യങ്ങൾ. അത്തരം ഒരു നിയമോപദേശമില്ല. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ക്ലെയിമുകൾ ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിൽ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കലാണ്. അതിനാണ് പ്രാധാന്യം ആദ്യം കൊടുക്കേണ്ടത്. ഇപ്പോഴത്തെ മുഴുവൻ ശ്രദ്ധയും അതിനാണ് നൽകേണ്ടത് എന്നുള്ളതാണ് വിദഗ്ധ അഭിപ്രായം വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.